Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പക്കോടയാണ്. പലതരത്തിലുള്ള പക്കോട നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോടയാണ് ട്ടോ. സ്റ്റഫ്ഡ് ബ്രെഡ് പക്കോടയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത്. ഇനി ഇതെല്ലാം നന്നായി വഴറ്റിയെടുക്കുക. വഴന്നതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി വെന്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേണം. അതിങ്ങനെ നന്നായി ഉടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടോ. അതിനുശേഷം നമുക്ക് ഇനി ബാറ്റർ തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. കായത്തിൻ്റെ പൊടി ഇടുമ്പോഴാണ് നമ്മുടെ പക്കോട നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒത്തിരി വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ കലക്കിയെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ വേണ്ടത് ബ്രെഡിൻ്റെ പീസസ് ആണ്. അപ്പോൾ അത് ബ്രെഡിൻ്റെ പീസ് ഒരെണ്ണെടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ബ്രെഡിൽ അത് മുഴുവനായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിനെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ബ്രെഡ് പീസസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ചൂടായ എണ്ണയിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസ്, ഫില്ല് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ 2 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ടിഷ്യൂ പേപ്പറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എണ്ണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് വലിച്ച് പൊക്കോളും. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ്ഡ് ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഈവനിങ്ങിൽ ചായയുടെ ഒപ്പം കഴിക്കാനായാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.